കഴിഞ്ഞ ദിവസം രണ്ടമ്മമാർ അവർ സ്നേഹത്തിൻ്റെ സ്വർണ്ണപ്പതക്കം സ്വന്തമാക്കി. കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ഒരു പിന്തുണയുമില്ലാതെ ആളുകൾ പിരിച്ചുകൊടുത്ത കാശുകൊണ്ട്, സർക്കാരിൻ്റെ ഒരു സഹായവുമില്ലാതെ കഠിനാധ്വാനവും പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് നദീം എന്ന് പറയുന്നൊരു പാകിസ്ഥാൻകാരൻ നമ്മുടെ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. രണ്ടാം സ്ഥാനത്തെത്തിയത് ഇന്ത്യയിൽ നിന്നുള്ള നീരജ് ചോപ്ര എന്ന് പറയുന്ന ഇന്ത്യക്കാരനാണ്. അദ്ദേഹത്തിന് കിട്ടിയത് വെള്ളിയാണ്. പക്ഷേ ഈ സ്വർണവും വെള്ളിയും ഒക്കെ കിട്ടുമ്പോഴും അതിനേക്കാൾ തിളക്കമുള്ള സ്നേഹഭാഷ്യങ്ങളുടെ തങ്കം കൊണ്ട് അവരുടെ മാതാപിതാക്കൾ കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന വികാരാവേശത്തിൻ്റെ അതിർത്തികളാൽ വരയ്ക്കപ്പെട്ട വംശീയതയും വർഗീയതയും അതിതീവ്ര ദേശീയവാദത്തിൻ്റെയും മാനങ്ങളെ വളരെ സ്നേഹപൂർവ്വം അവർ പൊളിച്ചടുക്കി, പൊളിച്ചെഴുതി. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തവണത്തെ ഒളിമ്പിക്സിൽ ഒരുപാട് ഹാപ്പനിങ്സ് ഉണ്ട്. നമ്മുടെ വിനേഷ് ഫോഗട്ടിൻ്റെ വിജയവും പിന്നീട് അയോഗ്യത കൽപ്പിക്കലുമൊക്കെ വലിയ വാർത്തയായി. ചില താരങ്ങളെ അയോഗ്യയാക്കി മടക്കി അയച്ചു. ഇതിനിടയിൽ പുറത്താക്കപ്പെട്ട ചില ക്യാപ്റ്റന്മാർ ഒളിമ്പിക് വില്ലേജുകളിൽ കറങ്ങുന്ന വാർത്തയും പുറത്തു വന്നു. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു പുതിയ കാലത്തൊരു രീതിയുണ്ട്. ഈ സ്പോർട്സിനും കലയ്ക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമൊന്നും നമ്മൾ പണ്ട് കാലം മുതൽ ജാതി കൽപ്പിച്ചിരുന്നില്ല. ഇനി അഥവാ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഉള്ളിലായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ കളിക്കുമ്പോൾ മനസ്സിനുള്ളിൽ ചില വികാരങ്ങളുമായി ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും പിന്തുണയുമായി സ്റ്റേഡിയത്തിലെത്തുമ്പോൾ ഇപ്പോൾ അങ്ങനെ അല്ലാതായിരിക്കുന്നു. ഇന്ത്യക്കാരുടെ കൂട്ടത്തിൽ പാകിസ്ഥാൻവാദികളായ കുറേ പേരുണ്ടെന്ന് ആരോപിക്കേണ്ടത് കുറേ പേർക്ക് അനിവാര്യമായി വന്നിരിക്കുന്നു. ഏതെങ്കിലും കളിക്കാരനെ അഭിനന്ദിച്ചുകൊണ്ട് പോസ്റ്റിട്ടാൽ, സ്റ്റാറ്റസ് ഇട്ടാൽ അവൻ്റെ വീട് തകർക്കുകയും കടയടപ്പിക്കുകയും കിട്ടിയാൽ അവനെ കൊല്ലുകയും ഇല്ലെങ്കിൽ കേസെടുത്ത് ജയിലിൽ അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. എന്നാൽ ഈ ഒളിമ്പിക്സിൽ രണ്ടമ്മമാർ തങ്കത്തിൻ്റെ ഏറ്റവും മനോഹരമായ നൂലിഴകളാൽ തുന്നിച്ചേർക്കപ്പെട്ട സ്നേഹത്തിൻ്റെ പുതിയൊരു ഭാഷ്യം ചമച്ചു. അവിടെ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും മനുഷ്യർ തീവ്രസംഖികളും തീവ്രഗ്രസംഖികളുമൊക്കെ പരാജയപ്പെട്ടു. അവിടെയാണ് നദീം എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി, അവന് കഷ്ടപ്പാടുകളുടെ നാടുകളാണ്, ഗതികേടാണ്, അവിടെ എല്ലാം തകർച്ചയിലാണ്, അവിടെ സഹായിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള സ്പോർട്സ് മന്ത്രാലയമോ അതിൻ്റെ സംവിധാനമോ ഒന്നുമില്ല. നാട്ടുകാരാണത്രേ ജാവലിനൊക്കെ കാശ് സംഘടിപ്പിച്ച് വാങ്ങിച്ചു കൊടുത്തത്. നമ്മുടെ നാട്ടിലൊക്കെ കിഡ്നിയോ ഹാർട്ടോ സർജറി നടത്താൻ വേണ്ടി പോകുമ്പോൾ പിരിച്ചു കൊടുക്കുന്നത് പോലെയാണ് ഒരു ഒളിമ്പിക് താരത്തിന് പിരിച്ചു കൊടുത്ത് മത്സരിക്കാൻ വിട്ടത്. ഒപ്പം പോയത് നമ്മുടെ നീരജ് ചോപ്രയും. എല്ലാ തവണയും രണ്ടാമനായിരുന്നു നദീം. പക്ഷേ ഈ ഒളിമ്പിക്സിൽ ഏതാണ്ട് 2.37 മീറ്റർ നീരജ് ചോപ്രയേക്കാൾ അധികമെറിഞ്ഞു അവൻ. അവനും അത്ഭുതപ്പെട്ടു പോയി, എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഒരുപക്ഷേ ഈ കഷ്ടപ്പാടുകളുടെയും സങ്കടങ്ങളുടെയും കാലത്ത് ഇതിപ്പോഴല്ലെങ്കിൽ ഇനി ഒരിക്കലും ആവില്ലെന്ന ചിന്തയാൽ ജീവൻ കൂടി കയ്യിൽ വെച്ചവൻ ആഞ്ഞെറിഞ്ഞിട്ടുണ്ടാവും. ആ ഏറാണ് ദൂരേക്ക് പതിച്ചത്. രണ്ടാമതെത്തിയത് ചോപ്രയുമാണ്. നീരജ് ചോപ്രയുടെ പിതാവിനോട് നമ്മുടെ ഇന്ത്യയിലെ ഗോഡി മീഡിയാസിൽ ചിലർ വന്ന് ചോദിച്ചു, ഈ സമ്മാനം ആർക്ക് സമർപ്പിക്കുന്നു? മറുപടി വിനേഷ് ഫോഗട്ടിന് സമർപ്പിക്കുന്നു. അത്രമേൽ കഷ്ടപ്പെട്ട് വിജയത്തിൻ്റെ വക്കോളമെത്തിയ ആ മോൾക്കാണ് എൻ്റെ മോന് ലഭിച്ച വെള്ളി സമ്മാനമായി നൽകുന്നത്. ഉടൻ തന്നെ വന്നു അമ്മയോട്. ഈ മകനെ തോൽപ്പിച്ചത് ഒരു പാകിസ്ഥാനിയായ നദീം എന്ന് പറയുന്ന ഒരു കളിക്കാരനാണ്. അങ്ങനെ പാകിസ്ഥാനിയാൽ തോൽപ്പിക്കപ്പെട്ടതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൃത്യമായി ആ അമ്മയുടെ മറുപടി, എനിക്ക് യാതൊരു വിഷമവുമില്ല, അവനും എൻ്റെ മകനെപ്പോലെയാണ്. അവർ രണ്ടുപേരും കൂടിയാണ് പരിശീലനം നടത്തിയതും മത്സരിക്കാൻ ഒരുങ്ങിയതും പോയതുമല്ല. അവന് സ്വർണം കിട്ടിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇതേ സമയം തന്നെ നദീമിൻ്റെ ഉമ്മ അവിടെ പറഞ്ഞതെന്തെന്നറിയോ? നദീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞാൻ എൻ്റെ മകനായ നീരജിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു കുടുംബത്തെ പോലെയാണ്. ഈ ജയവും തോൽവിയും 1ഉം 2ഉം സ്ഥാനങ്ങളൊന്നും ഞങ്ങളെ ഭിന്നിപ്പിക്കാനാവില്ല. ഗോഡി മീഡിയാസ് കൈയടിച്ചു പിരിഞ്ഞു. പാകിസ്ഥാനിയാൽ തോറ്റതിന് വലിയ ശൗര്യം പ്രകടിപ്പിച്ച് കുറച്ച് വിദ്വേഷവും വൈരാഗ്യവുമൊക്കെ കുറഞ്ഞപക്ഷം ഒരു പെട്ടിയാട്ടോയിൽ കൊണ്ടുപോകാനുള്ളതെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാണ് ടോറസും കൊണ്ട് ചെന്നത്. പക്ഷേ അവർ സ്നേഹത്തിൻ്റെ പൂക്കൾ വിരിയുന്ന മുഹബത്ത് കി ദുഖാൻ, സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കട തുറന്നു. അതിൻ്റെ സുഗന്ധത്തിൽ ദുർഗന്ധം മോഹിച്ച് എന്നവർ ദൂരേക്ക് പറന്നുപോയി.